വണക്കം. അങ്ങനെ ഒരു ലോകം പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ലോകം ഭയന്ന കാര്യം സംഭവിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൗദി അറേബ്യയിലെ അരാംകോ ഓയിൽ റിഫൈനറി അടിച്ച് തകർത്തിരിക്കുകയാണ് ഇറാൻ എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിന്ന് കത്തുന്ന വിഷ്വൽസൊക്കെ സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഈ ഓയിൽ റിഫൈനറി തകർത്ത ഇറാൻ്റെ ഈ നടപടി ലോക രാജ്യങ്ങളെല്ലാം തന്നെ കടുത്ത അമർഷത്തോടു കൂടിയാണ് നോക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ടാണ് ഈ GCC എന്ന് പറയുന്ന രാജ്യങ്ങൾ ഒരു ആക്രമണം വരുമ്പോൾ ലോക രാജ്യങ്ങളെല്ലാം അവിടെ ഓടിക്കൂടുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് പറഞ്ഞു തരേണ്ടാത്തതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ എണ്ണയുണ്ട്. എണ്ണ എന്ന് പറഞ്ഞാൽ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഇന്ധനമാണ്, ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന ഇന്ധനമാണെന്ന് പറയുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ലോക രാജ്യങ്ങളൊന്നും തന്നെ നമ്മളടുത്ത് വന്നില്ല. നമുക്കെതിരെ മധ്യസ്ഥത വഹിക്കാനോ അങ്ങനെയാണ് ഇങ്ങനെയാണോ ഒന്ന് അപലപിക്കാൻ പോലും ഇവന്മാരും വരുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു പോക്ക് കേസാണ്. ഇതുപോലൊരു കൂതറ രാജ്യത്തിൻ്റെ ലോക രാജ്യങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവൻ അടിക്കുക പിടിക്കുക കടിച്ച് പറിക്കുക എന്ത് വേണോ ചെയ്യട്ടെന്ന് പറഞ്ഞായിരുന്നു ലോക രാജ്യങ്ങളുടെ നിലപാടെന്ന് പറയുന്നത്. പക്ഷേ GCC അങ്ങനെയല്ല. GCC രാജ്യങ്ങളിൽ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകക്രമത്തെ സമ്പൂർണ്ണമായി ബാധിക്കും. എണ്ണയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കൂടും. ഇങ്ങനൊരു സാഹചര്യത്തിൽ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഭയന്നിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹോർമൂസ് കടലിടുക്ക്. ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലോകത്തിൻ്റെ ഏകദേശം 70% വ്യാപാരവും ഇന്ത്യയുടെ ഏകദേശം 80% എണ്ണക്കച്ചവടവും ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത്. ഈ ഹോർമൂസ് കടലിടുക്കാണ് ഇറാൻ്റെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. അതിനകത്ത് മൈനുകളും കാര്യങ്ങളും എല്ലാം ഇറാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഭാഗികമായി ഹോർമോസ് കടലിടുക്ക് അടച്ചു എന്ന് പറയുമ്പോഴും ഇന്ത്യയ്ക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, എന്താണ് നമ്മുടെ രാജ്യം കരുതി വെച്ചിരിക്കുന്ന ബാക്കപ്പ് പ്ലാൻ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറാൻ്റെ ശക്തമായിട്ടുള്ള തിരിച്ചടിയിൽ ലോക രാജ്യങ്ങൾ ഭയന്നിരുന്നത് എണ്ണപ്പാടങ്ങളെ ഇറാൻ അടിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ഓയിൽ റിഫൈനറിലാണ്, എണ്ണപ്പാടങ്ങളിലല്ല എന്നുള്ളതാണ്. അരാംകോ എന്ന് പറഞ്ഞാൽ സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ റിഫൈനറിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ റിഫൈനറികളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതോടുകൂടി സൗദി ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. രണ്ടാമത്തെ കാര്യം, ആഗോള സ്ഥലത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള കാര്യവും ഇവിടെ ആശങ്കപൂർവ്വം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ എണ്ണപ്പാടത്തിൽ അല്ലെങ്കിൽ എണ്ണ ഓയിൽ റിഫൈനറിയിൽ ഡ്രോൺ അറ്റാക്കാണ് നടന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സൗദി അറേബ്യ അടക്കം ഈ ഡ്രോൺ അറ്റാക്ക് നടന്ന ഈ സമയത്ത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അമേരിക്ക അടക്കം ഇതിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. എണ്ണപ്പാടത്തിൽ എങ്ങാനും ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ ഈ എണ്ണപ്പാടം നിന്ന് കത്തും, വർഷങ്ങളോളം നിന്ന് കത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് എണ്ണപ്പാടം അണയ്ക്കുന്നത്? ഇത് വളരെ ചിലവേറിയ ഒരു പ്രക്രിയയാണ്. എണ്ണപ്പാടത്തിലെ ഈ തീ അണയ്ക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ പ്രക്രിയയാണ്. വെള്ളം കോരി ഒഴിച്ചാലൊന്നും എണ്ണപ്പാടത്തിൽ തീ കെടുത്താനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഭൂമിക്കടിയിൽ എണ്ണപ്പാടം, അതായത് എണ്ണപ്പാടം ഇങ്ങനെ ഈ എണ്ണക്കിണർ ഇങ്ങനെയാണ് ഒരു സിലിണ്ടറിക്കൽ പോലെയാണ് പോകുന്നത്. ഇതിൻ്റെ നടുക്ക് കൃത്യമായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാക്കി അവിടെ ഒരു ബോംബ് സ്ഫോടനം നടത്തി അത് അടയ്ക്കണം. എങ്കിൽ മാത്രമേ എണ്ണപ്പാടങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം അണയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ എണ്ണപ്പാടത്തിൽ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എണ്ണ കച്ചവടത്തെ ബാധിക്കും. ഈ ലോകത്ത് എണ്ണ വില കുതിച്ചുയരാനായിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ നീക്കമാണ്. അമേരിക്കയ്ക്ക് ഇറാൻ എണ്ണപ്പാടങ്ങളിൽ അടിക്കണം എന്നുള്ളൊരു മോഹമുണ്ടോ എന്നുള്ളൊരു സംശയം പ്രധാനമായിട്ടുമുണ്ട്. കാരണം ഇപ്പോൾ വെനിസ്വേല അമേരിക്ക പിടിച്ചെടുത്തിരിക്കുകയാണ്. വെനിസ്വേലയുടെ മഡൂറോയെ രാഖി രാമായണം തട്ടിക്കൊണ്ടുപോയിട്ട് വെനിസ്വേലയുടെ സകല എണ്ണപ്പാടങ്ങളും അമേരിക്കയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ GCC രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളെല്ലാം ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ആർക്ക് ലഭിക്കും? എങ്ങനെ ഇരിക്കുന്നു? അതിൻ്റെ ഗുണം അമേരിക്കയ്ക്കായിരിക്കും പ്രധാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. കാരണം അമേരിക്കയുടെ വെനിസ്വേലൻ എണ്ണയായിരിക്കുമല്ലോ ഇനി പിന്നെ ലോക രാജ്യങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് അമേരിക്കയുടെ ഒരു തന്ത്രമാണ്. കാരണം ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ വെറും കൂതറയാണ്, ഇവൻ കാവറകിയാണ്. അതുകൊണ്ട് ഇവനെ വിശ്വസിക്കാനേ പറ്റൂല എന്നുള്ളതാണ്. ഇവൻ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് കോൺക്രീറ്റ് ഇടുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. നിങ്ങൾ റഷ്യയിലേക്ക് നോക്കൂ. റഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? യുക്രൈനിൽ എന്താണ് സംഭവിക്കുന്നത്? യുക്രൈനോട് ജോ ബൈഡൻ എന്താണ് പറഞ്ഞത്? കേറിയടി നമ്മളുണ്ട് പിറകിൽ. ഇങ്ങനെ പറഞ്ഞിട്ട് യുക്രൈൻ ഇപ്പം അമേരിക്കയുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ടോമോഹോക്ക് മിസൈലെങ്കിലും തന്നൂടേടാ ചെറ്റ് എന്നാണ് അമേരിക്കയോട് യുക്രൈൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധമുഖത്തേക്ക് തള്ളിവിടുക. ഇവന് യുദ്ധം വേണം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോക രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നത് കണ്ട് ആയുധം വിറ്റ് ലോക പോലീസായ ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. യുദ്ധം എവിടെയെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കണം, എങ്കിലേ അവൻ്റെ ഈ ചപ്പടാച്ചി ആയുധങ്ങളൊക്കെ എല്ലായിടത്തും ഒക്കെ കൊടുത്ത് വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഒരിടത്തും യുദ്ധം ഇല്ലെങ്കിലോ ആർട്ടിഫിഷ്യലായിട്ട് യുദ്ധം ഉണ്ടാക്കുക, എന്നിട്ട് ഇവന്മാരെ സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങളൊക്കെ ആ ലോക രാജ്യങ്ങൾക്ക് വിൽക്കുക. അപ്പോഴും ആയുധങ്ങളുടെ കൺട്രോൾ ഇവന്മാരുടെ കയ്യിലാണെന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ലോക രാജ്യങ്ങളെ മുടിക്കാനുണ്ടായ ഒരു സന്തതിയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ GCC രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കെണിയിൽപ്പെട്ട് നിൽക്കുകയാണ്. അതിലൊന്നും യാതൊരു സംശയമില്ല. ഇവിടെയുള്ള സുഡാപ്പികൾ അമേരിക്കയെ എതിർക്കുകയാണെങ്കിലും ഇവർ അനുകൂലിക്കുന്ന GCC രാജ്യങ്ങൾ അമേരിക്കയുടെ അടിമകളാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്.
ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ABP ന്യൂസിലെ റിപ്പോർട്ട് ഞാൻ വായിക്കാം, എന്താണ് അത് നടന്നതെന്ന്. സൗദി അറേബ്യയിലെ അറാംകോ എണ്ണ ശുദ്ധീകരണശാലയിൽ ഇറാൻ്റെ ഷഹദ് 136 ഡ്രോണുകൾ ആക്രമണം നടത്തി. സൗദി അറാംകോ അതിൻ്റെ രാസ് താനുറ ശുദ്ധീകരണശാലയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ആക്രമണത്തെ തുടർന്ന് കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായെങ്കിലും തീ നിയന്ത്രണ വിധേയമായി എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സൗദി അറേബ്യയിലെ റാസ് താനുറ റിഫൈനറിക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ്. പോരാത്തതിന് മേഖലയിലെ അന്താരാഷ്ട്ര വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഗൾഫിലെ രാജ്യങ്ങളെയും ഇസ്രായേലിനെയും ലക്ഷ്യമിട്ട് ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും അടുത്തിടെ വിക്ഷേപിച്ചതിനെ തുടർന്നാണ് ഇത് നടന്നത്. സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന റാസ് താനുറ സൗദി അറാംകോയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലുതും തന്ത്രപരമായി പ്രധാനപ്പെട്ടതുമായ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. പ്രതിദിനം 55,000 ബാരലിലധികം അസംസ്കൃത എണ്ണ സംസ്കരിക്കാനുള്ള ശേഷി ഈ സംസ്കരണ ശുദ്ധീകരണശാലയ്ക്കുണ്ട്. അതേസമയം അതിനോട് ചേർന്നുള്ള കയറ്റുമതി ടെർമിനൽ ആഗോള വിപണികളിലേക്കുള്ള കയറ്റുമതിക്കായി ദശലക്ഷക്കണക്കിന് ബാരലുകൾ കൈകാര്യം ചെയ്യുന്നു. ഈ സമുച്ചയത്തിൽ ശുദ്ധീകരണ യൂണിറ്റുകൾ, വിശാലമായി സംഭരണ സൗകര്യങ്ങൾ, പൈപ്പ് ലൈൻ ശൃംഖലകൾ, അന്താരാഷ്ട്ര എണ്ണ ടാങ്കറുകൾ ഉൾക്കൊള്ളുന്നതിനായി നിർമ്മിച്ച ഒരു വലിയ തുറമുഖം എന്നിവ ഉൾപ്പെടുന്നു. ആഗോള ഊർജ്ജ വിതരണത്തിൽ അതിൻ്റെ പ്രധാന പങ്ക് കണക്കിലെടുക്കുമ്പോൾ വിപുലമായ സുരക്ഷാ നടപടികളും നൂതന നിരീക്ഷണ സംവിധാനങ്ങളും ഈ സ്ഥലത്തെ സംരക്ഷിക്കുന്നു. ഏഷ്യ, യൂറോപ്പ്, US എന്നിവിടങ്ങളിലേക്കുള്ള എണ്ണ കയറ്റുമതിക്ക് തന്ത്രപരമായി നിർണായകമായ റാസ് താനുറയിലെ ഏത് തടസ്സവും അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയെ ബാധിക്കാനും ആഗോള ഊർജ്ജ വിപണിയിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ചാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സൗദിയിലെ റാസ് താനുറ എന്ന് പറയുന്ന അറാംകോയിലെ എണ്ണ റിഫൈനറിയിൽ അടിച്ചതിലൂടെ ഇറാൻ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അടുത്തത് ഞങ്ങൾ അടിക്കാൻ പോകുന്നത് എണ്ണപ്പാടങ്ങളിലായിരിക്കും എന്നുള്ളതാണ്. അതിനു മുമ്പേ ഇറാനെ ചുട്ട് ചാമ്പലാക്കാനായി B-2 ബോംബറുകളുമായിട്ട് അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട്. പോരാത്തതിന് ഇപ്പോൾ UK വലിയ ആക്രമണം, UKയുടെ സൈപ്രസിലുള്ള UKയുടെ വ്യോമത്താവളത്തിൽ ആക്രമണം നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മളിത് പറഞ്ഞതാണ്. കാരണം ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ വെറുതെ ഇരിക്കില്ല. ചറവറ GCC രാജ്യങ്ങളിലടക്കം അമേരിക്കൻ വ്യോമത്താവളങ്ങളടക്കം മിസൈൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് പറഞ്ഞതാണ്. യുദ്ധം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നു, രൂക്ഷമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. UK ഇപ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി തുടങ്ങിയിട്ടുണ്ട്. അത് വ്യക്തമായും സൂചിപ്പിക്കുന്നത് യുദ്ധം ഉടനെ ഒന്നും നിൽക്കില്ല എന്ന് തന്നെയാണ്. ഉടനെ നിൽക്കാനായിട്ട് അന്താരാഷ്ട്ര മേഖലയിൽ വലിയ ഇടപെടലുകൾ നടത്തണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യ അത്തരത്തിൽ ഇടപെടലുകൾ നടത്തുമോ എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യ അത് നടത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത് പല ആൾക്കാരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് പല രാജ്യങ്ങളും ഇപ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ലോക സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നത്. താങ്ക് യു. അപ്പോൾ ശരി.